ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടെക് വിത്ത് അഭിനോ എപ്പിസോഡ് നമ്പർ 35. അങ്ങനെ ഫൈനലി മാക്ബുക്ക് എയർ M4ഉം മാക്സ് ടുഡേയും കഴിഞ്ഞ ദിവസം ലോഞ്ച് ചെയ്തു. ഒഫീഷ്യലി നമ്മൾ ഈ ആഴ്ച വരുമെന്ന് ടിം കുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആ സമയത്ത് തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ സ്റ്റോറിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ തന്നെ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഫോളോ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ. അപ്പം മാക്ബുക്ക് എയറിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് 16GB 256GB ആണ് ബേസ് മോഡൽ. 13 ഇഞ്ച് ഡിസ്പ്ലേ സൈസ് വരുന്നതിൻ്റെ പ്രൈസ് വരുന്നത് 99,900 രൂപ, അതായത് 1,00,000 രൂപയിൽ നിന്ന് ഒരു 100 രൂപ കുറവ്. അത്രേ വരുന്നുള്ളൂ. 1,00,000 രൂപയാണ് ഇതിൻ്റെ ഒരു ആക്ച്വൽ പ്രൈസ് വരുന്നത്. ആപ്പിളിൻ്റെ ഇൻ്റലിജൻസും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിൽ കൊടുത്തിട്ടുണ്ട്. ബാക്ക് വലിയ മേജറായിട്ടുള്ള ചെറിയ ചെറിയ മിനിമം ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. പിന്നെ അതിൻ്റെ തൊട്ട് മുകളിലുള്ള മോഡലായിട്ടുള്ള 16GB 512GB മോഡലിൻ്റെ പ്രൈസ് വന്നിട്ട് 1,20,000 രൂപയിൽ നിന്ന് ഒരു 100 രൂപ കുറവ്, 1,19,900 രൂപയായിട്ടാണ് വരുന്നത്. ഇത് തമ്മിലുള്ള വ്യത്യാസം, അതായത് M4 ചിപ്പ് രണ്ടിലും വരുന്നത്, അതിൽ 256GB സ്റ്റോറേജ് ഉള്ളതിൽ വരുന്നത് 10 കോറ് CPU വരുന്നുണ്ട്, 8 കോറ് GPU ആണ് അതിൽ വരുന്നത്. അതിൻ്റെ ഹൈ മോഡലായിട്ടുള്ള 512GB വരുന്നത് 10 കോറ് CPU 10 കോറ് GPU വരുന്നുണ്ട്. പക്ഷേ മാക് മിനി ഉണ്ടല്ലോ, 60,000 രൂപയുടെ മാക് മിനിയിൽ 256GB തന്നെ നമുക്ക് 10 കോറും വെച്ച് കിട്ടുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ലാപ്പിലേക്ക് വരുന്ന സമയത്ത് 2 കോറ് കുറവുണ്ട്. അതൊരു മേജറായിട്ടുള്ള വ്യത്യാസമാണ്. എന്താണെന്നറിയില്ല, സെയിം ചിപ്സെറ്റാണ്, പക്ഷേ ചെറിയ വ്യത്യാസം അതിൽ വരുന്നുണ്ട്. സോ ആ ഒരു വ്യത്യാസം വരുന്നുണ്ട്. എന്താണെന്ന് നമുക്കറിയത്തില്ല. പിന്നീട് മാക്സ് സ്റ്റുഡിയോ എന്നൊക്കെ പറയുമ്പോൾ വലിയ സാധനമാണ്. നമുക്കതിൻ്റെ ഒരു ആവശ്യമില്ല. എനിക്കതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്കതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് അറിയത്തില്ല. സിനിമയൊക്കെ എഡിറ്റ് ചെയ്യുന്ന സംഭവമാണ്. അതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് 2 മോഡലായിട്ടാണ് വരുന്നത്. ഒന്ന് M4 മാക്സും വരുന്നുണ്ട്, M3 അൾട്രാ ചിപ്സെറ്റും വരുന്നുണ്ട്. M4 മാക്സിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 2,14,900 രൂപയാണ്, 2,15,000 രൂപ വരുന്നുണ്ട്. M3 അൾട്രയുടെ പ്രൈസ് വന്നിട്ട് 4,29,900 രൂപ, അതായത് 4,30 ആ റേഞ്ചാണ് വരുന്നത്. M3 അൾട്ര വേറെ ലെവലാണ്. അതൊക്കെ വേറെ റേഞ്ച് സാധനമാണ്. അത് കസ്റ്റമൈസൊക്കെ ചെയ്ത് ഭയങ്കര 7,00,000 രൂപയൊക്കെ അതിനടുത്തെത്തുന്നുണ്ട്, ഏറ്റവും ടോപ്പ് മോഡലിലൊക്കെ പറയുമ്പോൾ. അതങ്ങനത്തെ സാധനം നമുക്ക് അതിനൊന്നും ആവശ്യമില്ല. അപ്പം മാക്ബുക്ക് എയർ നല്ല സംഭവമാണ്. 16GB ഇപ്പം ആപ്പിളിൻ്റെ ഇൻ്റലിജൻസ് വരുന്നതുകൊണ്ട് തന്നെ എല്ലാത്തിലും 16GB കൊടുക്കുന്നുണ്ട്. സോ നല്ല കാര്യം. അപ്പം 1,00,000 രൂപയ്ക്ക് ആ ഒരു ലാപ്പ് കിട്ടുന്നുണ്ട്. ഇനി അടുത്ത ബിഗ് ബില്യൻ്റെയിലൊക്കെ മറ്റേ ഇതിൻ്റെ പ്രീവിയസ് മോഡൽസിനൊക്കെ തന്നെ പ്രൈസ് നല്ല രീതിയിൽ കുറയും. കഴിഞ്ഞ ഓഫർ ടൈമിൽ M1ൻ്റെ പ്രൈസ് വന്നിട്ട് 50,000 60,000 രൂപക്കൊക്കെ ആയിരുന്നു കിട്ടിയത്. അപ്പോൾ ഇപ്രാവശ്യം M2 ഒക്കെ ആ പ്രൈസ് റേഞ്ചിൽ കിട്ടുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. M3 ഒക്കെ ആണെങ്കിൽ ഒരു ഇതിൻ്റെ ഏറ്റവും തൊട്ട് താഴെയുള്ള മോഡൽ M3ക്ക് ഒരു 80,000 70,000 75,000 ആ റേഞ്ചിൽ കിട്ടാനും ചാൻസ് ഉണ്ട്. 256GB സ്റ്റോറേജാണ്. അതെടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല, എന്നാലും എഡിറ്റിങ്ങിന് നല്ല സാധനം കേട്ടോ മാക്ബുക്ക്. ഗെയിമിംഗ് ഒന്നും നിങ്ങളിതിൽ കളിക്കാനേ ഉദ്ദേശിക്കേണ്ട, അങ്ങനത്തെ സാധനമല്ല. അതൊക്കെ നിങ്ങൾക്ക് വിൻഡോസിൻ്റെ ലാപ്ടോപ്പ് എടുക്കാം. നല്ല ഒരു 10,60,000 രൂപ കൊടുത്താൽ തന്നെ നല്ല ലാപ്പ് കിട്ടും. അത്യാവശ്യം GTA 5 പോലുള്ള ഗെയിമൊക്കെ കളിക്കാൻ വേണ്ടി പറ്റും. അല്ലാതെ ഇതിലൊന്നും അത് കളിച്ചു കഴിഞ്ഞാൽ നല്ല ലാഗ് ഉണ്ടാവും. പിന്നീട് അതുപോലെ തന്നെ MediaTekൻ്റെ Dimensity 9400+ എന്ന ചിപ്സെറ്റ് അടുത്ത മാസം ഏപ്രിൽ 11 അനൗൺസ് ചെയ്യുന്നതായിരിക്കും. കുറച്ച് ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉണ്ടാവൂ, മേജറായിട്ടുള്ള വ്യത്യാസമൊന്നും ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല. ഒരു പ്ലസ് കൂടിയെന്നേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നും അതിലുണ്ടാവില്ല കേട്ടോ. പിന്നീട് വിവോയുടെ V15e, V50 ഓൾറെഡി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. വിവോയുടെ V50e അടുത്ത മാസം ഒരു ഫസ്റ്റ് വീക്കൊക്കെ ആകുമ്പോൾ വരും എന്ന് പറയുന്നുണ്ട്. ഒരു 1.5K റെസൊല്യൂഷൻ ഡിസ്പ്ലേ ഉണ്ടാകും, 50MP ക്യാമറ ഉണ്ടാകും, Dimensity 7300 ചിപ്സെറ്റ്, IP69 റേറ്റിംഗ്, 5600 mAh, 90 വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് ഒക്കെ ഉണ്ടാകും. ഒരു 25,000-30,000 രൂപ അതിൻ്റെ അകത്തായിരിക്കും ഇതിൻ്റെ പ്രൈസ് പോയിന്റ് വന്നിട്ട്. അപ്പം അടുത്ത മാസം അങ്ങനെ ഫോൺ കൂടെ വരുന്നുണ്ട്. വലിയൊന്നല്ല, ഒരു ഓഫ്ലൈൻ സീരീസ് ഫോണാണ്, ആ രീതി മാത്രം കാണാം. 50MP സെൽഫി ക്യാമറ ഉണ്ടാവും കേട്ടോ, റിയറിൽ മാത്രമല്ല 50MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. അടുത്ത മാസം അങ്ങനെ ഒരു ഫോൺ കൂടെ വരുന്നുണ്ട്. പിക്സലിൻ്റെ 9A സീരീസ് 9A ഈ മാസം തന്നെ വരുന്നുണ്ട്. ഓൾറെഡി ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് വിവോ T4X ഒരു കിടിലം ഫോൺ കേട്ടോ, കഴിഞ്ഞ ദിവസം ലോഞ്ച് ചെയ്തു. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ പോയിട്ടൊന്ന് കാണാം. 14,000 രൂപ റേഞ്ചിൽ ഒരു ബെസ്റ്റ് ഫോൺ കേട്ടോ. ബെസ്റ്റ് പെർഫോമൻസ്, ബെസ്റ്റ് ബാറ്ററി ഒക്കെ കിട്ടുന്നുണ്ട്. ഒരു
കിഡലൻ ഫോണാണ്. 6500 mAh ബാറ്ററിയും Dimensity 7300 ചിപ്സെറ്റും LCD ഡിസ്പ്ലേ ആണ് അമോലെഡ് വരുന്നത്. എല്ലാ കാര്യമൊന്നും ആ പ്രൈസ് പോയിന്റ് കൊടുക്കാൻ വേണ്ടി പറ്റത്തില്ല, ചില കാര്യങ്ങൾ നമുക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. പക്ഷേ നിങ്ങൾക്ക് ഗെയിമിംഗ് ഓറിയൻറ്റഡ് ആയിട്ട് നോക്കുന്നുണ്ടെങ്കിൽ നല്ല ഫോണാണ്, കാരണം നല്ല പെർഫോമൻസും നല്ല ബാറ്ററിയും കിട്ടുന്നുണ്ട്. ഇറ്റ്സ് എ ഗുഡ് ഫോൺ. ആ പ്രൈസ് പോയിന്റ് നല്ല ഫോണാണ്. CMF ഫോൺ 1 ഒക്കെ ആ റേഞ്ചിലുണ്ട്. എന്നാലും CMF ഫോൺ 1 16,000 രൂപക്കാണ് ഇറങ്ങിയത്, പക്ഷേ ഇപ്പോൾ അത് 14,000 രൂപക്ക് വരുന്നുണ്ട്. അതുമായിട്ട് കമ്പാരിസൺ വേണ്ടി നമ്മൾ ഉടൻ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ടെക് അപ്ഡേറ്റിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കാരണം നമ്മൾ 9,000 സബ്സ്ക്രൈബേഴ്സ് ആവാറുണ്ട്. നമുക്ക് മെയിൻ അച്ചീവ്മെൻറ്റ് 10K ആണ്. അത് ഈ കുറച്ചടുത്ത് തന്നെ നമ്മൾ എത്തുന്ന എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ എത്തുന്നതായിരിക്കും. സോ വീഡിയോ പറ്റിയുള്ള ഒപ്പീനിയൻ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യാൻ കൂടെ മറക്കരുത്. എന്നാൽ മാത്രമേ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അപ്ഗ്രേഡ് ചെയ്യണമെന്നോ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമോ എന്നൊക്കെ അറിയാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് ഫ്രം അഭിനവ് സൈനിങ് ഓഫ്. ബൈ.